നമസ്കാരം. എക്സാലോജിക് സൊല്യൂഷൻസും സ്വകാര്യ കമ്പനിയായ CMRL തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള SFIO നടത്തുന്ന അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതിയും ഈ അന്വേഷണ പരിധിയിൽ നിന്ന് തങ്ങളെ ഒഴിവാക്കണമെന്ന KSIDCയുടെ ആവശ്യം കേരള ഹൈക്കോടതിയും നിരസിച്ചത് ആരോപണ വിധേയരായ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും വലിയ തിരിച്ചടി തന്നെയാണ്. SFIOയുടെ അന്വേഷണം തടയാനാവില്ലെന്ന് വ്യക്തമാക്കിയ കർണാടക ഹൈക്കോടതി സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഏജൻസി ആവശ്യപ്പെട്ട മുഴുവൻ രേഖകൾ നൽകാനും നിർദ്ദേശിച്ചിരിക്കുകയാണ്. അന്വേഷണം സൽപ്പേരിന് കളങ്കം വരുത്തുമെന്ന് പറഞ്ഞാണ് KSIDC കോടതിയെ സമീപിച്ചത്. എന്നാൽ ശരിയായ അന്വേഷണം നടത്തേണ്ടത് KSIDCയുടെ താല്പര്യമല്ലേ എന്ന് ചോദിച്ച കേരള ഹൈക്കോടതി സ്ഥാനത്തെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടത് ആവശ്യമാണെന്ന് വ്യക്തമാക്കിയത് ശ്രദ്ധേയമാണ്. KSIDCയുടെ ഹർജി സ്ഥാപിത താല്പര്യമാണെന്ന് കോടതിക്ക് തോന്നിയിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകളായ വീണയുടെ ബംഗളൂരുവിലെ സ്ഥാപനമായ എക്സോലോജിക് സൊല്യൂഷൻസിന് സേവനമൊന്നും നൽകാതെ മാസപ്പടി നൽകിയ CMRL-ൽ കേരള പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് ഓഹരിയുണ്ട്. ഇക്കാരണത്താലാണ് വീണയ്ക്കും മറ്റുമെതിരായ അന്വേഷണം KSIDCയിലേക്കും നീണ്ടത്. എക്സോലോജിക്കിന്റെ ഉടമയായ വീണ സ്വന്തം നിലയ്ക്കും കമ്പനിയുടെ പേരിലും കരിമണൽ കമ്പനിയായ CMRL-ൽ നിന്നും അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. പണം നൽകിയ കാര്യം CMRL തന്നെയാണ് വെളിപ്പെടുത്തിയത്. ഇടനിലക്കാരായ രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകിയതായി CMRL കമ്പനി അധികൃതർ സമ്മതിക്കുകയുണ്ടായി. ഇക്കൂട്ടത്തിൽ PV എന്ന ചുരുക്കപ്പേരുകാരനുമുണ്ട്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് കരുതുന്നത്. തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി CMRL-ലും KSIDC-യിലും SFIO പരിശോധന നടത്തുകയുണ്ടായി. 3 സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ച് ഒരേ സമയം നടക്കുന്ന അന്വേഷണം പല വിവരങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന ഭയം ആരോപണ വിധേയർക്കുമുണ്ട്. ഇത് എങ്ങനെയും തടയുകയാണ് ഹർജിക്കാരുടെ തന്ത്രം. 2 ഹൈക്കോടതികളും നൽകിയ ഉത്തരവുകൾ ഇതിന് തിരിച്ചടിയാണ്. 2 ഉത്തരവുകളും ഒരേ ദിവസം തന്നെ ഉണ്ടായി എന്നതും സവിശേഷതയുമാണ്. കോടതികളിൽ ഹാജരാകുന്നതിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന അഭിഭാഷകനെ വാദിക്കാൻ കൊണ്ടുവന്നിട്ടുള്ളത് പിടിയിലാകുമെന്ന ആരോപണ വിധേയരുടെ ഭയത്തെയാണ് കാണിക്കുന്നത്. അധികാര ദുരുപയോഗത്തിലൂടെ സർക്കാരിന്റെ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRL-ന് ആനുകൂല്യം നൽകിയെന്നും ഇതിന്റെ പ്രത്യുപകാരമാണ് മകൾക്ക് ലഭിച്ചതെന്നുമുള്ള വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഇത്തരം നിയമവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ പുറത്തു വരുമെന്ന് മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട്. തനിക്കും മകൾക്കും എതിരായ അഴിമതി ആരോപണങ്ങളെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ഇതുവരെ പറഞ്ഞു പോകുന്നതിന്റെ എല്ലാം പൊള്ളത്തരം പുറത്താവുകയാണ്. മകളുടെ കമ്പനിക്കെതിരായ ആരോപണങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നും തന്നോടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് വീട്ടുകാരെ വിവാദത്തിലേക്ക് വലിച്ചിട്ടാൽ അംഗീകരിക്കില്ലെന്നുമൊക്കെയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ ധാർമ്മിക രോഷം കൊണ്ടത്. തന്റെ കൈകൾ ശുദ്ധമാണെന്ന് അവകാശപ്പെട്ടിരുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്ന ചോദ്യത്തിന് മറുപടിയില്ല. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കാനാവില്ലെന്നും ഇതിന്റെ പേരിൽ യുവ സംരംഭകയെ വേട്ടയാടുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമൊക്കെ CPM വാദിക്കുകയുണ്ടായി. തനിക്കെതിരായ ആരോപണങ്ങൾക്കൊന്നും ഇതേ മകൾ ഒന്നും പറയുന്നില്ല. എല്ലാം അച്ഛനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നികുതി പണം കൊടുത്ത് കേസ് നടത്തുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് മാസപ്പടി ലഭിച്ചതെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട്. ഇതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച മാസപ്പടി ആരോപണം മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുന്ന CPM അന്വേഷണത്തെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. മറ്റ് പല അഴിമതിയുടെയും കാര്യത്തിലെന്ന പോലെ മകൾ മാസപ്പടി കൈപ്പറ്റിയതിന്റെയും കാരണഭൂതൻ മുഖ്യമന്ത്രി തന്നെയാണെന്ന് വരുന്നു. അന്വേഷണം സമയബന്ധിതമായി മുന്നോട്ട് പോകാൻ അനുവദിക്കുകയും സത്യം വെളിപ്പെടുകയും വേണം. ആരോപണ വിധേയർ മുഖ്യമന്ത്രിയും മകളുമായതുകൊണ്ട് അന്വേഷണം പാടില്ലെന്ന നിലപാട് അംഗീകരിക്കാനാവില്ല. നന്ദി.